ദുര്യോധനന്റെ ദൂതൻ ഉലൂകൻ മടങ്ങിപ്പോയതിനു ശേഷം യുധിഷ്ഠിരൻ ദൃഷ്ടദ്യുമ്നനെ സേനാനായകനാക്കി. സൈന്യത്തിനു വേണ്ടതെല്ലാം ചെയ്യുവാൻ ആരംഭിച്ചു. ആരെ എതിർക്കണമെന്നും തീരുമാനത്തിൽ എത്തി. കർണനെ എതിർക്കുന്നത് അർജുനൻ, ദുര്യോധനനെ ഭീമസേനൻ, അശ്വത്ഥാമാവിനെ നകുലൻ, ഭീഷ്മരെ എതിർക്കുന്നത് ശിഖണ്ഡി. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ശത്രുക്കളെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായി. ദൃഷ്ടദ്യുമ്നൻ സൈന്യങ്ങളെ ഒന്നിച്ചും തിരിച്ചുമൊക്കെ വ്യൂഹം ചമച്ചു നിർത്തി. ഉടൻ ആരംഭിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വീരയോദ്ധാക്കൾ ഏറെ ഊർജ്ജസ്വലതയോടെ സേനാനായകർക്കു പിന്നിൽ അണിനിരക്കുന്നു. സ്വന്തം ജീവൻ പോലും മറന്ന് ശത്രുനിഗ്രഹമെന്ന ആ വലിയ ലക്ഷ്യം നെഞ്ചിലേറ്റി ഓരോ യോദ്ധാക്കളും കാലവും കരുത്തും നൽകിയ ഉറച്ച മനസ്സിൻ്റെ ഉടമകളായി ഓരോ സൈനികനും കുരുക്ഷേത്ര ഭൂമിയിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങുന്നു. യുദ്ധഭൂമിയിൽ ഒരു കൊടുങ്കാറ്റായി മാറുവാൻ അർജുനനും ഭീമനും മറ്റു പാണ്ഡവരും അതാ യുദ്ധസന്നദ്ധരായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ മഹായുദ്ധം ആരംഭിക്കുകയേ വേണ്ടൂ.